വാഹനങ്ങളിൽ ഫാസ്ടാഗ് ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ശ്രദ്ധിക്കുക. ഫാസ്ടാഗിൽ പുതിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഈ അപ്ഡേറ്റുകൾ നടപ്പാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ ഫാസ്ടാഗുകൾ ബ്ലോക്ക് ചെയ്യപ്പെട്ടേക്കാം. അതുകൊണ്ട് തീർച്ചയായും ഈ അപ്ഡേറ്റുകൾ നിങ്ങളുടെ ഫാസ്ടാഗുകളിൽ ചെയ്തിരിക്കുക. ഓഗസ്റ്റ് 1 മുതലാണ് മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. 2024 ഒക്ടോബർ 31-നകം ഫാസ്ടാഗിൽ അപ്ഡേറ്റുകൾ നടപ്പാക്കണമെന്നാണ് നാഷണൽ പേയ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ പറയുന്നത്. ഫാസ്ടാഗും വാഹനമായും ഫോൺ നമ്പറുമായി ഫാസ്ടാഗ് അക്കൗണ്ട് ലിങ്ക് ചെയ്യണം. KYC അപ്ഡേറ്റുകൾ 2024 ഒക്ടോബർ 31-നകം പൂർത്തിയാക്കിയിരിക്കണം. ടോൾ ബൂത്തുകളിലെ തിരക്ക് കുറയ്ക്കുന്നതിനും പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിനും വേണ്ടിയാണ് പുതിയ ഫാസ്ടാഗ് അപ്ഡേറ്റുകൾ നടപ്പാക്കിയിരിക്കുന്നതെന്നാണ് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCI പറയുന്നത്. പഴയ ഫാസ്ടാഗിൽ നിരവധി പോരായ്മകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയതോടെയാണ് പുതിയ അപ്ഡേറ്റുകൾ നടപ്പാക്കാൻ പോകുന്നത്. വാഹനത്തിന്റെ ഗ്ലാസിൽ ഫാസ്ടാഗ് പതിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇരട്ടി തുക നൽകേണ്ടി വരും. 3 മുതൽ 5 വർഷത്തിന് മുൻപ് വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫാസ്ടാഗ് ആണെങ്കിൽ നിർബന്ധമായും വാഹന ഉടമകൾ ഫാസ്ടാഗിൽ KYC അപ്ഡേറ്റുകൾ ഒക്ടോബർ 31-നകം പൂർത്തിയാക്കണം. ഫാസ്ടാഗ് സേവനം ലഭ്യമാക്കുന്ന കമ്പനികൾക്കാണ് KYC നടപടികൾ പൂർത്തിയാക്കുന്നതിന്റെ ചുമതലയും. വാഹനത്തിന്റെ ചേസ് നമ്പറും ഫാസ്ടാഗുമായി ബന്ധിപ്പിക്കണം. പുതിയ വാഹനങ്ങൾക്കും NPCI ഫാസ്ടാഗിൽ പുതിയ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പുതിയ വാഹനം വാങ്ങിയതിനു ശേഷം 90 ദിവസത്തിനുള്ളിൽ രജിസ്ട്രേഷൻ നമ്പർ പുതുക്കേണ്ടതുണ്ട്. വാഹനത്തിന്റെ മുന്നിൽ നിന്നും വശത്തു നിന്നുമുള്ള ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യണം. മൊബൈൽ ഫോൺ നമ്പർ ഫാസ്ടാഗുമായി ബന്ധിപ്പിക്കണം. ഇതുവഴി ഫാസ്ടാഗുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന വാഹനം എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. ഫാസ്ടാഗിൽ ഈ അപ്ഡേറ്റുകൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഫാസ്ടാഗുകൾ ബ്ലോക്ക് ചെയ്യപ്പെട്ടേക്കാം. അതുകൊണ്ട് ഉടൻ തന്നെ ഫാസ്ടാഗിൽ അപ്ഡേറ്റുകൾ നടപ്പാക്കുക.